ഞങ്ങളിപ്പോൾ സാഗ്രബിലേക്കുള്ള യാത്രയിലാണ്. ക്രൊയേഷ്യയുടെ തലസ്ഥാനമാണ് സാഗ്രബ്. മഞ്ഞുമൂടിയ വഴികളിലൂടെയാണ് യാത്ര. 2025 അവസാനത്തെ ദിവസമാണ്. പുതുവർഷം സാഗ്രബിൽ കാണാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കുറച്ചുകൂടി വിദൂരമായ ക്രൊയേഷ്യൻ ദേശത്തായിരുന്നു താമസം. ഞങ്ങൾ താമസിച്ച റെസ്തോക്കെ എന്ന ഗ്രാമത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ കാഴ്ച കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ടതാണല്ലോ. റെസ്തോക്കയിൽ നിന്നും സാഗ്രബിലേക്കുള്ള ഡ്രൈവ് 2-2.5 മണിക്കൂർ മാത്രമേയുള്ളൂ. പൊതുവെ അത്രയും സമയമാണ് എടുക്കുക. എന്നാൽ തികച്ചും അപരിചിതമായ ഒരു വലിയ നഗരത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അല്പം സമയം കൂടുതലെടുക്കും എന്നത് ഉറപ്പാണ്. യൂറോപ്യൻ പട്ടണങ്ങളിലെ വഴികൾ ചെറുതും സങ്കീർണവുമാണ്. ഗൂഗിൾ മാപ്പ് മാത്രമാണ് സഹായി. എങ്കിൽ കൂടിയും ഒരു റോഡ് ഒന്ന് വിട്ടുപോയാൽ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അവിടെ എത്താൻ സമയമെടുക്കും. പിന്നെ അതൊക്കെയാണല്ലോ ആദ്യമായി ചെന്നെത്തുന്ന പട്ടണങ്ങളിലെ അനുഭവത്തെ രസകരമാക്കുന്നത്. പട്ടണമധ്യത്തിൽ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്ത് പെട്ടിയൊക്കെ മുറിയിൽ വച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇങ്ങോട്ട് വരുമ്പോഴും പട്ടണത്തിലൂടെ നടക്കുമ്പോഴും സാഗ്രബ് വളരെ ഗംഭീരമായ ഒരു നഗരമായി അനുഭവപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ അതിനുള്ള ഒരു പ്രധാന കാരണം ഈ യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾ എത്തിയത് ബുഡാപെസ്റ്റിലാണ് എന്നുള്ളതായിരിക്കും. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഗംഭീരമായ പട്ടണം ബുഡാപെസ്റ്റാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പോലെ ബുഡാപെസ്റ്റ് കണ്ടുപോയതുകൊണ്ട് അതിനുശേഷം ഈ യാത്രയിൽ കണ്ട 2 രാജ്യതലസ്ഥാനവും അത്ര പ്രലോഭനീയമായി അനുഭവപ്പെട്ടില്ല. ഏതാനും ദിവസം മുമ്പ് കണ്ട സ്ലൊവേനിയയുടെ തലസ്ഥാനമായ ലുബ്ലിയാനയും ഇപ്പോൾ എത്തിയിരിക്കുന്ന സാഗ്രബും ആണ് ആ 2 രാജ്യതലസ്ഥാനങ്ങൾ. ഞങ്ങൾ നടന്നെത്തിയത് സാഗ്രബ് കത്തീഡ്രലിന് മുന്നിലേക്കാണ്. കത്തീഡ്രലിൻ്റെ ഗോപുരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. 2020 സാഗ്രബിൽ ശക്തമായ ഒരു ഭൂചലനമുണ്ടായി. ഒരാൾ മാത്രമേ മരിച്ചുള്ളൂവെങ്കിലും പട്ടണത്തിലെ പല കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കത്തീഡ്രലും അതിലുൾപ്പെടുന്നു. അന്നുണ്ടായ കേടുപാടുകളുടെ അറ്റകുറ്റപ്പണിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ മുന്നിൽ ചെറിയ ഒരു ചത്തുരമുണ്ട്. ചത്തുരത്തിൻ്റെ നടുവിലായി ഒരു സ്തൂപവും. മരിയൻ കോളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്തൂപത്തിൻ്റെ മുകളിലായി സ്വർണ്ണ നിറത്തിലുള്ള മേരിയുടെ ശില്പവും കാണാം. സാഗ്രബ് കത്തീഡ്രൽ ഒരു കത്തോലിക്ക പള്ളിയാണ്. ക്രൊയേഷ്യ കത്തോലിക്കർക്ക് പ്രാമുഖ്യമുള്ള ഒരു രാജ്യമാണ്. യുഗോസ്ലോവ്യൻ കാലഘട്ടത്തിൽ ഈ സാഗ്രബ് കത്തീഡ്രലും ഇവിടുത്തെ കർദിനാളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഒരുപാട് വർഷക്കാലം കർദിനാൾ ജയിലിലും വീട്ടുതടങ്കലിലും ഒക്കെയായി കഴിഞ്ഞു. അതിനുള്ള കാരണം യുഗോസ്ലോവ്യൻ അംഗദേശങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്ന സെർബിയ ഓർത്തഡോക്സ് മതവിശ്വാസികൾക്ക് പ്രാമുഖ്യമുള്ള ദേശമായിരുന്നു. കത്തോലിക്ക വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും തമ്മിലുള്ള വൈര്യവും ആ സംഭവങ്ങൾക്ക് കാരണമായിരുന്നു. അതിൻ്റെ സങ്കീർണമായ നാൾവഴികളിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അന്നത്തെ കർദിനാളായിരുന്ന അലോഷ്യസ് വിക്ടറിൻ്റെ കല്ലറ വളരെ പ്രാമുഖ്യത്തോടെ പള്ളിയുടെ ഉള്ളിൽ ഇപ്പോഴും കാണാം. പള്ളിയിൽ നിന്നും ഇറങ്ങി അടുത്തു കണ്ട ഒരു ലോക്കൽ മാർക്കറ്റിലൂടെയാണ് ഞങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. ഡിസംബർ 31 ഉച്ചനേരമാണ്. പുതുവത്സരത്തിന് മുൻപുള്ള പകൽ. ഇവിടെ ഉത്രാടപ്പാച്ചിലൊന്നും കാണാനില്ല. സ്റ്റാളുകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ന്യൂ ഇയർ രാവിൻ്റെ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിനായി പോയി കഴിഞ്ഞു.
യൂറോപ്പുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ കഴിയുന്നതുവരെ ഈ നാടുകൾ ഏതാണ്ട് പൂർണ്ണമായും അടവാണ്. ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിശ്ചലമായിരിക്കും. ഇടുങ്ങിയ വഴികളിലൂടെ നടന്നും പടവുകൾ കയറിയും ഞങ്ങൾ അപ്പർ ടൗൺ ഭാഗത്തെത്തി. ചെറിയൊരു കുന്നിൻ മുകളിലാണ് ഈ പ്രദേശം. നടക്കുമ്പോൾ നമുക്കറിയാം തുറന്നിരിക്കുന്നത് ഭക്ഷണശാലകളാണ്. തീറ്റയും കുടിയുമായി അവിടെയെല്ലാം നല്ല തിരക്കാണ്. നാട്ടുകാരും ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. യുഗോസ്ലോവിയൻ കാലത്തു തന്നെ സാഗ്രബ് ഈ പ്രദേശത്തെ വലിയ ഒരു പട്ടണമായിരുന്നു. യുഗോസ്ലോവിയയുടെ തലസ്ഥാനമായിരുന്ന ബെൽഗ്രേഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പട്ടണം സാഗ്രബായിരുന്നു. അങ്ങനെയാണെങ്കിലും ഞാൻ ഈ സാഗ്രബ് എന്ന പട്ടണത്തെക്കുറിച്ച് കേൾക്കുന്നത് വളരെ വൈകിയാണ്. കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും യൂട്യൂബിൽ ട്രാവൽ വീഡിയോകൾ കാണാൻ തുടങ്ങിയതിന് ശേഷമാവണം സാഗ്രബ് പോലുള്ള പട്ടണനാമങ്ങൾ സുപരിചിതമാവാൻ തുടങ്ങിയത്. നല്ല രൂപകൽപ്പനയിൽ ഓടുപാകിയ സെൻറ്റ് മാർക്സ് പള്ളിക്കും അതിനു മുന്നിലുള്ള ചെറിയ ചത്തുരത്തിനും ചുറ്റുമായാണ് അപ്പർ ടൗൺ ഉള്ളത് എന്ന് പറയാം. ഇതുവഴി നടക്കുമ്പോൾ പല വലിയ കെട്ടിടങ്ങളും കാണാം. സർക്കാർ ഓഫീസുകളാണ് പലതും. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു നിർമ്മിതി ലോട്ടോഷ്ചാക്ക് എന്ന ഒരു ഗോപുരമാണ്. സെൻറ്റ് മാർക്ക് പള്ളിയിൽ നിന്നും നേരെ കിടക്കുന്ന ചെറിയ ഒരു റോഡിലൂടെ അല്പദൂരം നടന്നാൽ ഈ ഗോപുരത്തിൻ്റെ അടുത്തെത്താം. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കുകയും പിന്നീട് വിപുലീകരണങ്ങളൊക്കെ നടക്കുകയും ചെയ്ത ഒരു ചെറിയ ടവറാണ് ഇത്. അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഉള്ള ഗോപുരമല്ല. യൂറോപ്പിലെ ഏത് പട്ടണത്തിലും മധ്യകാലത്ത് നിന്നുള്ള ഒരു ഗോപുരം കാണും. അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട കോട്ടമതിലുകളുടെ ഭാഗമാണ് ഈ ഗോപുരങ്ങൾ. കാലാന്തരേണ കോട്ടമതിലുകൾ നാമാവശേഷമായാലും പലപ്പോഴും ഗോപുരങ്ങൾ ബാക്കിയാവും. അങ്ങനെ ഒന്നാണ് ഇവിടെയുമുള്ളത്. ഞങ്ങൾ അതിന് ഉള്ളിലേക്ക് കയറി. ചുറ്റുകോവണി കയറി മുകളിലേക്ക് പോയി. മുകളിൽ നിന്നാൽ സാഗ്രബ് പട്ടണത്തിൻ്റെ ആകാശക്കാഴ്ച കിട്ടും. പഴയ യുഗോസ്ലോവിയൻ പട്ടണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമാന്യം സമ്പന്നമായ പട്ടണമാണ് സാഗ്രബ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച സ്ലൊവേനിയൻ തലസ്ഥാനമായ ലുബ്ലിയാനയാണ് ഏറ്റവും സമ്പന്നമായ പട്ടണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ലൊവേനിയയും ക്രൊയേഷ്യയും യുഗോസ്ലോവിയയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം വേഗം തന്നെ യൂറോപ്യൻ യൂണിയനിൽ ചേരുകയും അവർക്ക് യൂറോ അവരുടെ ഔദ്യോഗിക കറൻസിയാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പർ ടൗണിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ യെലാച്ചിച്ച് സ്ക്വയറിലെത്തി. സാഗ്രബ് പട്ടണത്തിൻ്റെ മധ്യം എന്ന് പറയാവുന്ന ചത്തുരമാണ്. ന്യൂ ഇയർ രാത്രിയെ സ്വീകരിക്കാൻ ഇപ്പോൾ തന്നെ ആളുകൾ ഈ ചത്തുരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തോന്നും. ഞങ്ങൾ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നു. പലതരം സ്റ്റോളുകൾ കാണാം. നീല നിറത്തിലുള്ള ട്രാമുകൾ കടന്നു പോകുന്നു. ശൈത്യകാലത്തിനിണങ്ങുന്ന വസ്ത്രം ധരിച്ച് അലസം കടന്നു പോകുന്ന ആളുകൾ. കടുംനിറത്തിലുള്ള വസ്ത്രങ്ങൾ കുറവാണ് എന്നത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആളുകളെ കാണാനേയില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ നാട്ടുകാരും ടൂറിസ്റ്റുകളും ഒക്കെ ചേരുന്ന ജനസഞ്ചയമാണ് എന്ന് തോന്നുന്നു. അതിനുശേഷം ഹോട്ടലിൽ പോയി അല്പനേരം വിശ്രമിച്ചു. രാത്രിയായപ്പോൾ വീണ്ടും ഇറങ്ങി. ഞങ്ങൾ നേരത്തെ പോയ യെലാച്ചിച്ച് ചത്തുരത്തിലേക്ക് തന്നെയാണ് നടക്കുന്നത്. അവിടെയാണ് പുതുവത്സരത്തിൻ്റെ ആഘോഷം എന്നാണ് കേട്ടത്. നടക്കുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഈ യാത്രയിൽ ഇതുവരെ ഒരു ഇന്ത്യൻ ഭക്ഷണശാലയിൽ കയറിയിരുന്നില്ല. എന്തായാലും അവിടെ കയറി രാത്രി ഭക്ഷണം കഴിക്കാം എന്ന് കരുതി. അതിനുള്ളിലും അത്യാവശ്യം തിരക്കാണ്. കൂടുതലും സ്വദേശികളാണ്. പൊതുവെ യൂറോപ്പിൻ്റെ ഭക്ഷണശീലം ഇപ്പോൾ സങ്കരമാണ്. തനത് യൂറോപ്യൻ വിഭവം എന്നത് കുറവാണ്. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, മെക്സിക്കൻ ഇങ്ങനെയൊക്കെയുള്ള തീൻശാലകളാണ് കൂടുതലായും കാണുക. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴും അവിടെ നിന്നിറങ്ങി യെലാച്ചിച്ച് ചത്തുരത്തിലേക്ക് നടക്കുമ്പോഴും ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തും വിധം നേപ്പാളി സ്വദേശികളുടെ സംഘങ്ങളെ കണ്ടു. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സാഗ്രബിൽ ജോലി ചെയ്യാൻ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും
ഫിലിപ്പൈൻസിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ എത്തുന്നതായി മനസ്സിലായി. കാര്യമായി തൊഴിലാളിക്ഷാമം നേരിടുന്ന ഒരു രാജ്യമാണത്രേ ക്രൊയേഷ്യ, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലും മറ്റും. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ യെലാച്ചിച്ച് ചത്തുരത്തിലേക്ക് നടക്കുന്നുണ്ട്. സവിശേഷമായ ഉത്സവ പരിസരം വർണ്ണവിളക്കുകൾ കൊണ്ട് പൊലിപ്പിച്ചിട്ടുണ്ട്. ഈ രാത്രി ലോകം മുഴുവൻ ഇങ്ങനെയാണല്ലോ. യെലാച്ചിച്ച് ചത്തുരത്തിൽ ഒരു ബാൻഡ് പാടുന്നുണ്ട്. ആളുകൾ അതിനു ചുറ്റുമായി ബിയറൊക്കെ കുടിച്ച് താളം ചവിട്ടി നിൽക്കുന്നു. ആ പരിസരത്തു കൂടിയും അതിനടുത്തുള്ള നിരത്തിൽ കൂടിയും ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടന്നു. മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് ഇടയ്ക്കെന്തോ വാങ്ങി കഴിച്ചു. ഒരു ഭാഗത്ത് ഒരു പബ്ബിലോ ബാറിലോ മറ്റോ കയറാനായി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ നീണ്ട നിര കണ്ടു. കുറച്ചു സമയം അതുവഴിയൊക്കെ നടന്ന് വീണ്ടും ചത്തുരത്തിൽ തിരിച്ചെത്തുമ്പോൾ സമയം 12 മണി ആവുന്നുണ്ടായിരുന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ കഴിഞ്ഞൊരു വർഷം ക്രിസ്മസിനും ന്യൂ ഇയറിനും ഞങ്ങൾ നാട്ടിലെത്തിയത്. നാട്ടിലെ ആഘോഷങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. വർണ്ണവെട്ടത്തിൽ കുളിച്ചു നിൽക്കുന്ന ഓരോ ചെറിയ ഗ്രാമവും ഓരോ ചെറിയ കവലയും എന്തെങ്കിലും ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നാട്ടിലെ ആഘോഷങ്ങളുടെ വൈപുല്യം എന്ന് തോന്നി. നാട്ടിൽ സ്ഥിരമായി ജീവിക്കുന്നവർക്ക് സാവധാനമുണ്ടായി വന്ന ഈ മാറ്റം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. വളരെ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഞങ്ങൾക്കതറിയാനായി. ഒരുപക്ഷെ ഗൾഫിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ പ്ലെയിനായി ജീവിച്ചു പോകുന്നത് കൊണ്ടുള്ള തോന്നലുമാവാം. ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പറ്റാത്ത ഒരു അനുഭവം കൂടി ഇവിടെ ഉണ്ട്. മഞ്ഞ് പെയ്യുന്നില്ലെങ്കിലും 0-ന് താഴെയാണ് താപനില. ഞങ്ങൾ തണുത്ത് വിറച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ തണുത്ത് വിറച്ച് ഇന്നലെ വരെ എന്തെന്നും ഏതെന്നും അറിയാതിരുന്ന ഒരു അപരിചിത പട്ടണത്തിൽ ആരവാഹ്ലാദത്തോടെ നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കെ പുതുവത്സരം വന്നു. ആകാശത്ത് പൂത്തിരികൾ കത്തി.